ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു വലിയ കൺഫ്യൂഷനെ കുറിച്ചാണ്. ഞാൻ ഒരുപാട് പേരുടെ കമൻറ്റ് വായിക്കാറുണ്ട്. അതിൽ സാധാരണ പലരും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, നമ്മൾ ഒരാഗ്രഹം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ, അതായത് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൽ ഉറച്ചു നിൽക്കണോ അതോ അത് വിട്ട് കളയണോ? മിക്ക ആളുകളും ചോദിക്കുന്ന ചോദ്യാട്ടോ. എൻ്റെ ആഗ്രഹം സഫലമാകാൻ ഞാൻ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പ്രയത്നിക്കണോ അതോ എല്ലാം ഈശ്വരനെ സമർപ്പിച്ച് സമാധാനമായിട്ട് ഇരിക്കണം? ഇത് രണ്ടും തമ്മിൽ ഒരുപാട് ആശയക്കുഴപ്പം ഉണ്ടാകാറുണ്ടല്ലേ? ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. ഇത് രണ്ട് ഓപ്പോസിറ്റ് കാര്യങ്ങളാണെന്നാണ് പലരും കരുതുന്നത്. ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് നിർബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ അതിനുവേണ്ടി പൊരുതുക എന്നൊക്കെയാണ് അവർ ധരിക്കുന്നത്. അതുപോലെ ഒരാഗ്രഹം വിട്ടുകളയുക എന്ന് പറയുമ്പോൾ അതിനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അത് വേണ്ടെന്ന് നടിക്കുക എന്നൊക്കെയാണ് അവരുടെ മനസ്സിൽ ആദ്യം വരിക. എന്നാൽ സത്യം അതല്ല. ഇവിടെയാണ് നമ്മൾ ലോക പ്രശസ്തനായ എഴുത്തുകാരനും ചിന്തകനുമായ നെവിൽ ഗോഡാർഡിന്റെ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞത് നമ്മൾ രണ്ടും ചെയ്യണമെന്നാണ്. നിങ്ങളുടെ ആഗ്രഹത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം, അതേസമയം ചില കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം, അതായത് ഉപേക്ഷിക്കണം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം. നിങ്ങൾ ഒരു പുതിയ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക. നിങ്ങൾ ഇപ്പോഴുള്ള ജോലിയിൽ തൃപ്തനല്ല. നിങ്ങൾക്ക് കൂടുതൽ ശമ്പളം വേണം, നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ വേണം, അതാണ് നിങ്ങളുടെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആ ആഗ്രഹത്തിൽ തന്നെ തുടരുക. അതായത് ആ ആഗ്രഹം പൂർത്തിയായ അവസ്ഥയിൽ മനസ്സുകൊണ്ട് ജീവിക്കാൻ തുടങ്ങുക. പുതിയ ജോലി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. രാവിലെ ഉറക്കമുണരുമ്പോൾ തന്നെ എനിക്ക് നല്ല ശമ്പളമുള്ള, എനിക്കിഷ്ടപ്പെട്ട ജോലി കിട്ടിക്കഴിഞ്ഞു എന്ന് മനസ്സിൽ പറയുക. ആ പുതിയ ജോലിയിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പെരുമാറുക? എങ്ങനെയായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? ഇതെല്ലാം മനസ്സുകൊണ്ട് ഭാവനയിൽ കാണുക, അതായത് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. പുതിയ സഹപ്രവർത്തകരുമായി സംസാരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഈ അവസ്ഥയിൽ തന്നെ നിങ്ങളുടെ മനസ്സിനെ നിലനിർത്തുക. അപ്പോഴൊക്കെ സംശയങ്ങളോ അല്ലെങ്കിൽ ഇത് നടക്കുമോ എന്ന ചിന്തയൊക്കെ വരാം. അങ്ങനെ വന്നാലും തിരിച്ച് ഈ നല്ല അവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക. ഇതിനെയാണ് നമ്മൾ ആ ആഗ്രഹത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക, അല്ലെങ്കിൽ ആ ആഗ്രഹത്തിൽ തന്നെ തുടരുക എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ എന്താണ് വിട്ടുകളയേണ്ടത്, അതായത് ലെറ്റ് ഗോ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കേട്ടോ. നിങ്ങളുടെ പഴയ മാനസികാവസ്ഥ, അതായത് എനിക്ക് ഈ ജോലിയിൽ ഒട്ടും തൃപ്തിയില്ല, എനിക്ക് ശമ്പളം വളരെ കുറവാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നൊക്കെയുള്ള ചിന്തകളുണ്ടല്ലോ, അവയെല്ലാം പൂർണ്ണമായിട്ട് വിട്ടുകളയുക. നിങ്ങളുടെ പഴയ ജോലിയിലുള്ള അസംതൃപ്തി, ആ ജോലിയെക്കുറിച്ചുള്ള പരാതികൾ, ഇതെല്ലാം മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുക. പഴയ അനുഭവങ്ങൾ, മോശം മാനസികാവസ്ഥ, ഇവയെല്ലാം വിട്ടുകളയുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ പുതിയ ചിന്തകൾക്ക് ഇടമുണ്ടാവുകയുള്ളൂ. ഇനി ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നതെന്ന് അറിയണ്ടേ? നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിൽ നിന്നും അകന്നു മാറി നിൽക്കാതെ അതിനെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ മനസ്സിൽ സ്വീകരിക്കാൻ പഠിക്കുന്നു. എപ്പോഴാണോ നിങ്ങൾക്ക് ഈ ആഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുതരം ആശ്വാസം തോന്നുന്നത്, ഒരു ഭാരവും ഇല്ലാത്ത പോലെ തോന്നുന്നത്, അപ്പോഴാണ് നിങ്ങൾ അത് ശരിയായ രീതിയിൽ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത്. ആശ്വാസം, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അടയാളം. നിങ്ങളുടെ മനസ്സിലെ പഴയ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് ആഗ്രഹം സഫലമായ അവസ്ഥയിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ട് മാറുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ യാഥാർത്ഥ്യവും അതിനനുസരിച്ച് മാറും. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാമെങ്കിലും ഇതിനൊരുപാട് ക്ഷമയും പരിശീലനവും ആവശ്യമാണ്. നമ്മുടെയൊക്കെ മനസ്സ് അലഞ്ഞു നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണല്ലേ. അതിനെ നിയന്ത്രിച്ച് ശരിയായ വഴിക്ക് കൊണ്ടുവരിക എന്നതാണ് ഇവിടുത്തെ പ്രധാന വെല്ലുവിളി. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ഈ മാർഗത്തിലൂടെ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്